എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 21 ശ്ലോകം 28, 29, 30, 31, 32, 33, 34, 35, 36 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 9 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 21ാമത്തെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അവിദഗ്ധ വംശം വിവരിക്കണം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. സുപാർശ്വാൽ സുമതിസ്തസ്യ പുത്ര സന്നതിമാംസ്തദാ ഹൃതിർഹിരണ്യനാഭാല്യോ യോഗം പ്രാപ്യ ജഗൗസ്മഷട്ട്. സുപാർശ്വന്റെ പുത്രൻ സുമതി, അദ്ദേഹത്തിന്റെ പുത്രൻ സന്നതിമാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ കൃതി. ആ കൃതി ഹിരണ്യനാഭനിൽ നിന്ന് യോഗം അഭ്യസിച്ചിട്ട് സാമവേദങ്ങളുടെ 6 സംഹിതകള് ഗാനം ചെയ്തു. സംഹിതാ പ്രാച്യ സാംനാം വൈ നീപോ ഹി ഉഗ്രായുധസ്തദാ തസ്യ ക്ഷേമ്യ സുവീരോധ സുവീരസ്യ രിപുഞ്ജയ. പ്രാച്യസാമങ്ങളുടെ സംഹിതകൾ എന്നാണ് അവയ്ക്ക് പേര്. 6 സാമവേദങ്ങള് ഗാനം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിന് പ്രാച്യസാമങ്ങളുടെ സംഹിതകൾ എന്നാണ് പേര്. ആ കൃതിക്ക് ഒരു പുത്രനുണ്ടായി, നീപൻ. അദ്ദേഹത്തിന്റെ പുത്രൻ ഉഗ്രായുധൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുവീരൻ, ആ സുവീരന്റെ പുത്രൻ രിപുഞ്ജയൻ. തതോ ബഹുരഥോ നാമ പുരുമീഡോ അപ്രജോഭവൽ നളിന്യാം അജമീഢസ്യ നീല ശാന്തി സുതസ്തദാ. രിപുഞ്ജയന്റെ പുത്രൻ ബഹുരഥൻ. ഇങ്ങനെ അജമീഢന്റെയും ദിമീഢന്റെയും വംശം പറഞ്ഞ ശേഷം പിന്നെ ഇനി പുരുമീഡന്റെ ചരിത്രം പറയണു. ഈ പുരുമീഡന് സന്താനം ഉണ്ടായിരുന്നില്ല. അജമീഢ വംശജാതന്മാരായിട്ടുള്ള പ്രിയമീഢൻ മുതലായവര് ചിലര് ബ്രാഹ്മണരായിട്ടും ബൃഹദിഷു മുതലായ ചിലര് ക്ഷത്രിയന്മാരായിട്ടും ഭവിച്ചു എന്ന് മുമ്പ് പറഞ്ഞല്ലോ. അജമീഢനിൽ നിന്ന് തന്നെ ഉണ്ടായ മറ്റൊരു വംശത്തെ പറയണ ഇനി. അജമീഢന് നളിനി എന്ന ഭാര്യയില് നീലൻ എന്നു പേരായ ഒരു പുത്രനുണ്ടായി. ആ നീലന് ഒരു പുത്രനുണ്ടായി. ആ പുത്രന്റെ പേരാണ് ശാന്തി. ശാന്തേ സുശാന്തിസ്തൽപുത്ര പുരുജോ അർക്കസ്തതോ ഭവൽ ഭർമ്യാശസ്തനയസ്തസ്യ പഞ്ചാസന്മുൽക്കലാദയാ. ശാന്തിയുടെ പുത്രൻ സുശാന്തി, ശാന്തിയുടെ മകന്റെ പേര് സുശാന്തി. അദ്ദേഹത്തിന്റെ പുത്രൻ പുരുജൻ, അദ്ദേഹത്തിന്റെ പുത്രൻ അർക്കൻ, അർക്കന്റെ പുത്രൻ ഭർമ്യാശ്വൻ. ഭർമ്യാശ്വന് മുദ്ഗലൻ മുതലായിട്ടുള്ള 5 പുത്രന്മാര് ഉണ്ടായി. യവീനരോ ബൃഹദിഷു കാമ്പില്യ സഞ്ജയസുതാഃ ഭർമ്യാശ്വപ്രാഹ പുത്ര മേ പഞ്ചാനാം രക്ഷണായ ഹി വിഷയാണാമലമിമേ ഇതി പഞ്ചാല സപ്നിതാ മുദ്ഗലാൽ ബ്രഹ്മനിർവൃത്തം ഗോത്രം മൗൽഗല്യ സംജ്ഞിതം. മുദ്ഗലൻ, യവീനരൻ, ബൃഹദിഷു, കാമ്പില്യൻ, സഞ്ജയൻ, ഇങ്ങനെ 5 പേരാണ് ഈ ഭർമ്യാശന്റെ പുത്രന്മാര്. ഭർമ്യാശ പുത്രന്മാർക്ക് പഞ്ചാലന്മാര് അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. ആ പേരെന്താ ഉണ്ടാവാൻ കാരണം അത് പറയാം. ഈ ഭർമ്യാശൻ തന്റെ 5 പുത്രന്മാരോട്, ഹേ പുത്രന്മാരെ, നിങ്ങള് 5 പേരും എന്റെ 5 രാജ്യങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ളവരാണ്, സമർത്ഥരാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർക്ക് പഞ്ചാലന്മാരെന്നു കൂടി പേരുണ്ടായി. 5 രാജ്യങ്ങളെ രക്ഷിക്കാൻ സമർത്ഥരായിട്ടുള്ളവര് എന്നതുകൊണ്ട് അവർക്ക് പഞ്ചാലന്മാരെന്ന് പേര്. മുദ്ഗലനിൽ നിന്ന് മൗൽഗല്യം എന്നു പേരായ ബ്രാഹ്മണ വംശം ഉണ്ടായി. മിഥുനം മുദ്ഗലാൽ ഭാർമ്യാത് ദിവോദാസ പുമാനഭുൽ അഹല്യാ കന്യകായസ്യാം ശതാനന്ദസ്തു ഗൗതമാൽ. ഭാർമ്യാത് മുദ്ഗലാൽ, ഭാർമ്യാശപുത്രനായ മുദ്ഗലനിൽ നിന്ന് മിഥുനം, മിഥുനം അപു, സ്ത്രീയും പുരുഷനുമായിട്ട് 2 സന്താനം ഉണ്ടായി. പുമാൻ ദിവോദാസ, പുരുഷൻ ദിവോദാസൻ, കന്യക അഹല്യ, കന്യക അഹല്യ. മുദ്ഗലനിൽ നിന്നുണ്ടായ ബ്രാഹ്മണ വംശത്തെ ചുരുക്കി പറയണം. ഭർമ്യാശപുത്രനായ മുദ്ഗലന് ദിവോദാസൻ എന്നു പേരായ ഒരു പുത്രനും അഹല്യ എന്നു പേരായ ഒരു പുത്രിയും ഉണ്ടായി. അഹല്യയെ
ഗൗതമ മഹർഷി ഭാര്യയായിട്ട് സ്വീകരിച്ചു. അങ്ങനെ അഹല്യയില് ഗൗതമനുണ്ടായ പുത്രനാണ് ശതാനന്ദ മഹർഷി. തസ്യ സത്യധൃതി പുത്രോ ധനുർവേദ വിശാരദ ശരദ്വാൻ തൽസുതോ യസ്മാത് ഉർവശീ ദർശനാൽ കില ശരസ്തംഭേ പതൽ രേതോ മിഥുനം യഥാ ഭൂത് ശുഭം. ഈ ശതാനന്ദ മഹർഷി എന്ന് പറഞ്ഞല്ലോ, ആ ശതാനന്ദന്റെ പുത്രൻ സത്യധൃതി. അദ്ദേഹം ശസ്ത്രാസ്ത്ര പ്രയോഗങ്ങളെ പ്രതിപാദിക്കുന്ന ധനുർവേദ വിദ്യയിലെ നിപുണനായിരുന്നു. സത്യധൃതിയുടെ പുത്രൻ ശരദ്വാൻ. ഈ ശരദ്വാന് ഉർവശിയെ കണ്ടപ്പോൾ, അതിസുന്ദരിയായ അപ്സര സ്ത്രീയായിട്ടുള്ള ഉർവശിയുടെ ദർശന നിമിത്തം അദ്ദേഹത്തിന്റെ രേതസ് ശരസ്തംഭത്തിൽ പതിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശരദ്വാൻ എന്ന പേരുണ്ടായത്. ശരസ്തംഭത്തിൽ വീണ ആ രേതസിൽ നിന്ന് ശുഭാചാരയുക്തരായ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായി. തദ്ദൃഷ്ട്വാ കൃപയാ ഗൃഹാൽ ശന്തനുർമൃഗയാം ചരൻ കൃപകുമാര കന്യാച ദ്രോണവത്ന്യഭവൽ കൃപി. നായാട്ടിനായിട്ട് കാട്ടിൽ സഞ്ചരിക്കുന്ന ശന്തനു മഹാരാജാവ് ശരസ്തംഭത്തില് കിടക്കണ ആ രണ്ട് കുട്ടികളെ കണ്ടു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അദ്ദേഹത്തിന് കൃപ തോന്നി ആ കുട്ടികളെ ആ രാജധാനിയിൽ കൊണ്ട് എടുത്തു വളർത്തി. ആ കൃപ തോന്നിയിട്ട് എടുത്തു വളർത്തിയതുകൊണ്ട് ആ പുരുഷന് കൃപൻ എന്ന് പേരിട്ടു, സ്ത്രീക്ക് കൃപി എന്നും പേരിട്ടു. ഈ കൃപിയാണ് ദ്രോണാചാര്യരുടെ ഭാര്യയായിട്ട് ഭവിച്ചത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ രന്തിദേവ ചരിത നിരൂപണം നാമ ഏകവിംശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 21ാമത്തെ അധ്യായം ശ്രീഹരിയുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.